ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്വേത. നമ്മുടെ ചാനലിൻ്റെ പേര് ബാംഗ്ലൂർ മല്ലൂസ് 547. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷേ പഴമയുടെ രുചി തേടിയിട്ടുള്ള യാത്രയൊന്നുമല്ല ഇത്. വിശന്നപ്പോൾ വിശപ്പിൻ്റെ വിളി കേട്ടിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അത്ര വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമുക്ക് അന്യ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ, നാട്ടിലെത്തിയ ഒരു ഫീലൊക്കെ ആണല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേടി പിടിച്ച് പോയൊരു മലയാളി റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത് ബാംഗ്ലൂർ കൊത്തനൂരുള്ള റെസ്റ്റോറൻ്റാണ്. വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ഹൈപ്പ് കൊടുത്തിട്ടുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത് കൊത്തനൂർ ഓവൻ ലോഫ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് പേര്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കൊത്തനൂരിലെ ക്രിസ്തു ജയന്തി കോളേജിൻ്റെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ എത്തും, ഒരു സർക്കിൾ എത്തും. അവിടെ നിന്ന് ഒരു 100 മീറ്റേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മലയാളീസിൻ്റെ തലശ്ശേരിക്കാർ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്. പിന്നെന്താ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നത് ബിരിയാണി തന്നെയാണ്. നമ്മുടെ സഫേർ ബിരിയാണി കഴിച്ചൊരു ഫീലായിരുന്നു കേട്ടോ. എനിക്ക് ആ ബിരിയാണി കഴിച്ചപ്പോൾ എക്സാക്റ്റ് നമ്മുടെ സഫേർ ബിരിയാണിയുടെ ഒരു ടേസ്റ്റൊക്കെ നാവിൽ നമുക്കിങ്ങനെ കുപ്പിളോടുന്നൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തിരുന്നു, ഫുഡിൻ്റെ രുചികൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ച ബിരിയാണി വന്നു. നമ്മൾ ആദ്യം 2 ബിരിയാണി ഓർഡർ ചെയ്തു. അവിടെ ബിരിയാണി റൈസ് അൺലിമിറ്റഡ് ആയിരുന്നു കേട്ടോ, അതും പറയേണ്ട ഒരു കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ മഞ്ചൂരിയൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കബാബ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിൻറ്റ് ലൈമും രതീഷയുടെ ലൈം സോഡയും, കുട്ടികൾക്ക് 2 പൈനാപ്പിൾ ജ്യൂസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ സ്വീറ്റ് ബീഡ കഴിക്കാൻ പോയി. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ 3 o'clock വരെയാണ് അവർ ഫുഡ് ബിരിയാണി കൊടുക്കുള്ളൂ. അതിനുശേഷം പിന്നെ ബാക്കി എങ്ങാനും ഉണ്ടെങ്കിൽ 5 മണി വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബിരിയാണി കിട്ടില്ല. അവരിങ്ങനെ കുറേ നേരത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല, ഓർഡർ അനുസരിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ സ്വീറ്റ് ബീഡ ഞാൻ ആദ്യമായിട്ടാണ് സ്വീറ്റ് ബീഡയിൽ ആൽഫ്രണ്ടിലിയുടെ ചെല്ലി മിഠായി വെക്കുന്നതാണ്. സാധാരണ സ്വീറ്റ് ബീഡയിലൊന്നും ആരും ചെല്ലി മിഠായി വെക്കില്ല, പക്ഷേ ഇവർ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ബീഡ ഒട്ടും ഇഷ്ടമായില്ല. എനിക്ക് വായിലിട്ടപ്പോൾ എൻ്റെ വായ പുകയായിരുന്നു, പുള്ളി പോലൊരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്വീറ്റ് ബീഡ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്, എത്ര പേര് സ്വീറ്റ് ബീഡ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ യാത്ര തീടിയിട്ടുള്ള അല്ലെങ്കിൽ വിശപ്പിൻ്റെ യാത്ര തീടിയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴത്തെ പോലെ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും ബൈ ഫ്രം ബാംഗ്ലൂർ മല്ലൂസ്.